ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൻ്റെ ഒരു സാറ്റർഡേ ഈവനിങ് ആണ് കേട്ടോ. ചേട്ടൻ ഓഫീസിൽ പോകാണ്ടത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തിയിട്ട് നേരെ അമ്പലത്തിലോട്ട് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പൊതുവേ നമുക്ക് ചേട്ടന് ഓഫീസിൽ പോകാത്ത ഡേ ഒക്കെ ഈവനിങ് ടൈം നമ്മൾ വീട്ടിൽ ഇരിക്കാറില്ല. കാരണം എന്തോ ഒരു വല്ലാത്തൊരു മൂഢത പോലെയാണ്. എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ സാധാരണ ഇരിക്കാറില്ല, എവിടെയെങ്കിലുമൊക്കെ പോവാറുണ്ട്. അങ്ങനെ മോൻ വരുന്നില്ല എന്ന് പറഞ്ഞ അമ്പലത്തിൽ, അപ്പം മോനെ ചേട്ടൻ്റെ വീട്ടിലോട്ടാക്കിയിട്ട് നമ്മൾ നേരെ ആറ്റുകാലോട്ട് പോയി കേട്ടോ. ഈ ടൈമിലൊക്കെ റോഡ് നല്ല ബ്ലോക്കുള്ള സമയമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് എൻ്റെ ഭഗവാനെ, അമ്പലത്തിലോട്ട് ഇറങ്ങിയതും കാക്കയുടെയും മറ്റു വവ്വാലിൻ്റെ ഒക്കെ ഒരു സൗണ്ടായിരുന്നു കേട്ടോ. ചെവി കേൾക്കാൻ പറ്റാ അത്ര സൗണ്ടായിരുന്നു. പിന്നെ നല്ല വൈബ് സമയമായിരുന്നു, ഈവനിങ് ടൈമല്ലേ. പിന്നെ നേരെ അമ്പലത്തിൽ കയറി നന്നായിട്ട് തൊഴാൻ പറ്റി. കാരണം ശനിയാഴ്ചയാണ്, ഓഫീസ് ഡേ ആയിരുന്നു. അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോയി അമ്പലത്തിൽ പോയി വിളക്കൊക്കെ കത്തിച്ച് പരാഗിലോട്ട് മെറ്റീരിയൽ എടുക്കാൻ പോകണമായിരുന്നു. ചേട്ടനോട് ഞാൻ കഴിഞ്ഞ മാസമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചേട്ടാ എനിക്കൊരു കുറച്ച് എമൗണ്ട് വേണം, എനിക്ക് കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. ഒരു 1 ഇയർ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഔട്ട് ഓഫ് ഫാഷൻ ആയെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ട്രെൻഡ് നോക്കിയിട്ടല്ലോ നമ്മൾ ഡ്രസ്സ് ചെയ്യാനുള്ളത്. നമുക്കിഷ്ടം തോന്നുന്ന ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ചെയ്യാം എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് സാധാരണ ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് എടുക്കാറ്. വേറെ ആരെയും എല്ലായിടത്തും ചോദിക്കും, കൊള്ളാമോടാന്നും ചോദിക്കുമെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് എടുക്കാറ്. അങ്ങനെ അവിടെ ഒരുപാട് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി നല്ല മന്തിയൊക്കെ കഴിച്ചു. മോൻ വരാത്തതുകൊണ്ട് തന്നെ അവനുള്ള ഫുഡും പാഴ്സൽ എടുത്തിട്ടാണ് നേരെ വീട്ടിലോട്ട് പോയത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.